ഹായ് ഓൾ, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. ഇന്ന് നമ്മളൊരു കർക്കിടകം സ്പെഷ്യൽ പത്തില തോരനാണ് ഉണ്ടാക്കാനായിട്ട് പോകുന്നത്. ഞങ്ങളിത് എല്ലാ കൊല്ലവും ഉണ്ടാക്കാറുള്ളതാണ്. 10 ടൈപ്പ് ഓഫ് ഇലകൾ എടുത്തിട്ട് അത് നമ്മളൊരു തോരൻ വെച്ചിട്ട് കഴിക്കും. അപ്പോൾ നമ്മൾ ഈ തവണത്തെ പത്തില തോരനിൽ എന്തൊക്കെ ഇലയാണ് ആഡ് ചെയ്തേക്കണേന്ന് കാണിച്ചു തരാം. ഇത് ചീരച്ചേമ്പിൻ്റെ ഇലയാണ്. നമ്മുടെ വീട്ടിൽ തന്നെ ഉള്ള ഒരു ടൈപ്പ് ഓഫ് ചീരയാണ്. നമ്മൾ തോരൻ വെക്കാനൊക്കെ ആയിട്ട് ഉപയോഗിക്കാറുണ്ട്. രണ്ടാമതായിട്ട് തഴുതായ്മ എന്ന് പറഞ്ഞിട്ട് ഒരു ഇലയാണ് നമ്മൾ എടുത്തേക്കുന്നത്. ഇത് നമ്മുടെ പറമ്പിലൊക്കെയാണ് കിട്ടുക. പറമ്പിലൊക്കെ ഒരുപാട് അന്വേഷിച്ച് നടന്നിട്ടാണ് മുച്ചത് കണ്ടുപിടിച്ച് കൊണ്ടുവന്നത്. മൂന്നാമതായിട്ട് നമ്മൾ വേറൊരു ടൈപ്പ് ഓഫ് ചീരയാണ് എടുത്തേക്കുന്നത്. ഇതൊരു വള്ളിച്ചീര എന്ന് പറയും. അത് നമ്മുടെ വീട്ടിൽ തന്നെ ഉള്ളതാണ്. ഇത് ഞാൻ അടുത്തുള്ള അംഗൻവാടിയിൽ ചെന്നപ്പോൾ അവിടെ ഉണ്ടായിരുന്നതാണ്. അപ്പോൾ ഞാൻ ആ ടീച്ചറോട് ചോദിച്ചിട്ട് അതിൻ്റെ ഒരു കമ്പ് മേടിച്ച് കൊഴിച്ചിട്ട് നമ്മുടെ വീട്ടിൽ തന്നെ ഉണ്ടായേക്കണ ഒരു ചീരയാണ്. ഇതിങ്ങനെ വള്ളി പോലെ പടർന്നിട്ട് നിറയെ ഇലകളായിട്ടുണ്ടാകുന്ന ഒരു ചീരയാണ്. നാലാമതായിട്ട് കോവലത്തിൻ്റെ ഇലയാണ് എടുത്തേക്കുന്നത്. കോവലം എന്ന് വെച്ചാൽ നമ്മുടെ കോവക്കേക്ക് ഉണ്ടാവില്ലേ, അതിൻ്റെ ഇലയാണ് നമ്മൾ എടുത്തേക്കുന്നത്. ഇത് നമ്മുടെ വീട്ടിൽ തന്നെ ഉണ്ടായതാണ്. അഞ്ചാമതായിട്ട് നമ്മൾ എടുത്തേക്കുന്നത് ഒരു ഭയങ്കര ഐറ്റമാണ്, ചൊറിയന്നത്തിൻ്റെ ഇലയാണ്. ചൊറിയന്നെന്ന് കേട്ടിട്ട് പേടിക്കണ്ട. തോരൻ വെച്ച് കഴിയുമ്പോൾ നമുക്ക് ചൊറിച്ചിലൊന്നും ഉണ്ടാവില്ല. പക്ഷേ അല്ലാതെ ഇലയിട്ട് പിടിക്കുമ്പോൾ ചൊറിച്ചിലൊക്കെ ഉണ്ടാവും. അപ്പോൾ സൂക്ഷിച്ചൊക്കെ നമ്മൾ എടുക്കുക. ആറാമതായിട്ട് കുമ്പളത്തിൻ്റെ ഇലയാണ് എടുത്തേക്കുന്നത്. കുമ്പളത്തിൻ്റെ ഇല നമുക്കിവിടെ ഉണ്ടായിരുന്നില്ല, വേറൊരു വീട്ടിൽ നിന്ന് നമ്മൾ ചോദിച്ച് മേടിച്ചുകൊണ്ടുവന്നതാണ്. ഏഴാമതായിട്ട് പയറിൻ്റെ ഇലയാണ് എടുത്തേക്കുന്നത്. നമ്മുടെ വള്ളിപ്പയറില്ലേ, അതിൻ്റെ ഇലയാണിത്. 8 നമ്മൾ പിന്നെ ഒരു ചീര ഇലയാണ് എടുത്തേക്കുന്നത്. ജപ്പാൻ ചീര, മൈസൂർ ചീര എന്നൊക്കെ പറയില്ലേ, ആ ഒരു ടൈപ്പ് ഓഫ് ചീരയാണ് എടുത്തേക്കുന്നത്. ഇനി 9മതായിട്ട് നമ്മൾ ചേനയുടെ ഇലയാണ് എടുത്തേക്കുന്നത്. ചേന ഒക്കെ ഉണ്ടാവില്ലേ, അതിൻ്റെ ഇലയാണ് എടുത്തേക്കുന്നത്. പിന്നെ നമ്മൾ ലാസ്റ്റ് 10മത്തെ നമ്മൾ വീണ്ടും ഒരു ചീര തന്നെയാണ് എടുത്തേക്കുന്നത്. ആഫ്രിക്കൻ ചീര, ജപ്പാൻ ചീര എന്നൊക്കെ പറയില്ലേ, അതുപോലൊരു ടൈപ്പ് ഓഫ് ചീരയാണ് എടുത്തേക്കുന്നത്. അങ്ങനെ നമുക്കിവിടെ 10 ഇലകളും സെറ്റായിട്ടുണ്ട്. പിന്നെ നമ്മുടെ അവൈലബിലിറ്റി അനുസരിച്ചിട്ട് ഇലകൾക്ക് മാറ്റം വരുത്താം. മത്തൻ്റെ ഇലയൊക്കെ ഉണ്ടെങ്കിൽ നമുക്കിതിൽ യൂസ് ചെയ്യാം. പക്ഷെ ഞങ്ങൾക്ക് അത് കിട്ടിയില്ല. എന്തായാലും 10 ഇലകൾ വേണം. അതാണ് ഈ തോരൻ്റെ ഒരു പ്രത്യേകത, 10 ഇലകളുള്ള തോരൻ. ഇനി ഈ ഇലകളെല്ലാം നല്ല രീതിയിൽ കഴുകിയിട്ട് നമുക്ക് അരിഞ്ഞ് തോരൻ വെക്കാനായിട്ട് റെഡിയാക്കാം. അപ്പോൾ ഇതേ നമ്മൾ ഇതെല്ലാം അരിഞ്ഞ് സെറ്റാക്കി വെച്ചിട്ടുണ്ട്. ഇനി വേണ്ടത് ഇതിനാവശ്യമായ കുറച്ച് നാളികേരം, പിന്നെ അതുപോലെ തന്നെ ഒരു സവാളയുടെ പകുതി അരിഞ്ഞത്. ഉള്ളി ഉണ്ടെങ്കിൽ ഉള്ളി എടുക്കാം. ഞങ്ങളുടെ കയ്യിൽ ഉള്ളി ഉണ്ടായിരുന്നില്ല, അതുകൊണ്ട് ഞങ്ങൾ സവാള എടുത്തു. ഇനിയൊരു ചീനച്ചട്ടി അടുപ്പത്ത് വെച്ച് അത് ചൂടാകുമ്പോൾ കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. വെളിച്ചെണ്ണ ചൂടായി കഴിയുമ്പോൾ നമുക്ക് കടുക് ഇട്ട് കൊടുക്കാം. അത് കഴിഞ്ഞിട്ട് നമുക്ക് സവാള ഇട്ട് കൊടുക്കാം. സവാള ഒന്ന് വാടാൻ വേണ്ടിയിട്ട് നമുക്ക് കുറച്ച് ഉപ്പും കൂടി ഇട്ട് കൊടുത്തിട്ട് ഇളക്കി കൊടുക്കാം. ഇനി കുറച്ച് മുളക് പൊടിയും കൂടിയും ഇട്ട് കൊടുക്കണം. അത് കഴിഞ്ഞിട്ട് നമുക്ക് നമ്മുടെ ഇലകളൊക്കെ ഇട്ടിട്ട് ഇളക്കി കൊടുക്കാം. മുളക് പൊടി ഇടുന്ന വീഡിയോ കട്ടായിപ്പോയി. അപ്പോൾ ഇതിൻ്റെ അകത്ത് ഉണ്ട് മുളക് പൊടി. അങ്ങനെ നമ്മൾ ഇലകളൊക്കെ നന്നായി ഇളക്കി കൊടുക്കാം. പിന്നെ നമ്മുടെ തേങ്ങയും കൂടി ഇട്ടിട്ട് നന്നായി മിക്സ് ചെയ്ത് കൊടുക്കാം. ഇലകളായതുകൊണ്ട് തന്നെ ഇത് പെട്ടെന്ന് തന്നെ വെന്ത് കിട്ടും. അപ്പം നമ്മൾ നന്നായിട്ടൊന്ന് ഇളക്കിയിട്ട് മൂടി വെക്കാം. ഇനി കുറച്ച് കഴിയുമ്പോൾ നമുക്കതൊന്ന് തുറന്ന് നോക്കുമ്പോഴത്തേക്കും അത് വെന്ത് സെറ്റായിട്ട് നമ്മുടെ പത്തില തോരൻ ഇവിടെ റെഡി ആയിട്ടുണ്ടാവും. അത് നല്ല ചോറിൻ്റെ കൂടെ കറിയും തോരനൊക്കെ കൂട്ടിയിട്ട് ഒരു പിടി പിടിച്ചാൽ നല്ല ടേസ്റ്റുമാണ്. ഈ കർക്കിടക മാസത്തിൽ നമുക്ക് നല്ല ആരോഗ്യത്തിനും സൂപ്പറായിട്ടുള്ളൊരു സാധനമാണ്. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടാവും, ഉപകാരപ്പെട്ടിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു. ഇനി ഇതുപോലുള്ള വീഡിയോകൾക്കായി ഡു സബ്സ്ക്രൈബ് മൈ യൂട്യൂബ് ചാനൽ. താങ്ക്സ് ഫോർ വാച്ചിങ്.